നിർബന്ധിത മതപരിവർത്തന വിരോധ നിയമം. കേട്ടതൊന്നും ഇവിടെ എല്ലാവരും രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ പോണത് മതം മാറാനാ. അങ്ങനെ ഒരു സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിലെ എണീച്ച് മതം മാറാൻ പോണ ആരെങ്കിലും നമ്മളെ നാട്ടിലുണ്ടോ? ഒരാൾ മതം മാറണമെങ്കിൽ ജില്ലാ കളക്ടർക്ക് 6 മാസം മുമ്പ് ഒരപേക്ഷ കൊടുക്കണം. എന്നിട്ട് അയാൾ പരിശോധിക്കാൻ പോകും. നാട് മുഴുവൻ അദ്ദേഹം നടന്ന് പരിശോധിച്ചതിൻ്റെ ശേഷം അനുവാദം കിട്ടിയാലേ ഒരാൾക്ക് മതം മാറാൻ പറ്റൂ. അല്ലാതെ മതം മാറിയാലോ അയാളെ 10 കൊല്ലം ജയിലിലിടും. ഓരോ നിയമവും BJP പാസ്സാക്കുന്നത് നിങ്ങൾ നോക്കൂ. വിവാഹപ്രായം മാറ്റുന്ന നിയമം BJP പാസ്സാക്കുമ്പോൾ ഒരു വർഗീയ ഉദ്ദേശം ഉണ്ടാവും. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ വർഗീയ ഉദ്ദേശം ഉണ്ടാവും. വഖഫുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ വർഗീയ ഉദ്ദേശം ഉണ്ടാവും. ഒരു മതത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. മുസ്ലിം വിരുദ്ധമായ നിലയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് തോറ്റു എന്ന് വരും, ചിലപ്പോൾ ജയിച്ചു എന്ന് വരും, ചിലപ്പോൾ സഖാക്കൾ മരിച്ചു എന്ന് വരും, പോരാടും. ഒരു കാര്യം ഉറപ്പാണ്, ശരിയായ നിലപാടിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് കീഴടങ്ങില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഏറ്റവും വലിയ വലതുപക്ഷ പാർട്ടിയായ BJPയുടെ ആളാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രി. മുതലാളിമാരെ സഹായിക്കൽ മാത്രമാണോ ആ പാർട്ടി എന്ന ജോലി? ആ പാർട്ടി 10 കൊല്ലം അധികാരത്തിലിരുന്നു. കഴിഞ്ഞൊരു 10-40 കൊല്ലമായിട്ട് ഇന്ത്യയിൽ എപ്പോഴും വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഒരു മുൻകൈ എടുക്കുകയാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഉറപ്പുള്ള കാര്യം എന്താ? എല്ലാവരും ഭക്ഷണം കഴിക്കുമെന്ന് ഉറപ്പില്ല, എന്നാലും ഒരു വർഗീയ സംഘർഷം ഉറപ്പാണ്. പുതിയ പള്ളികൾ അന്വേഷിച്ച് BJPക്കാർ നടക്കുകയാണ്. പുതിയ പള്ളി അന്വേഷിച്ചിട്ട് പൊളിക്കാൻ. ബാബരി മസ്ജിദ് പൊളിച്ചപ്പോൾ 991 നമ്മൾ നിയമം ഉണ്ടാക്കി. ദേവാലയങ്ങളെല്ലാം 947 അതേ അവസ്ഥയിലായിരിക്കണം. ഒരു ദേവാലയം ഇനി പൊളിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പേര് തർക്കിക്കാൻ പറ്റില്ല. നിയമം പാസ്സാക്കിയ രാജ്യമാണ് ഇന്ത്യ. ഇപ്പൊ ഇവിടെ എന്താ സ്ഥിതി? BJPക്കാർ ഓരോ ദിവസം ഓരോ പള്ളിക്ക് മുദ്ര കുത്തല്ലേ. കാശിയിലെ വിശ്വനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു പള്ളിയുണ്ട്. കഴിഞ്ഞ ആഴ്ച പണിതല്ലോ. 1000 കൊല്ലമായിട്ട് ആ പള്ളി അമ്പലം അടുത്തടുത്തിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ മുഴുവൻ എങ്ങനെയാ? എന്താ കാരണം? ഒരു കച്ചവട സ്ഥലത്താണ് ആരാധനാലയങ്ങൾ ഉണ്ടാവുക. മുസ്ലിം കച്ചവടക്കാരുണ്ടാവും, അവർക്ക് പ്രാർത്ഥിക്കാനുള്ളൊരു പള്ളി അവിടെ ഉണ്ടാവും. ഹിന്ദു കച്ചവടക്കാരുണ്ടാവും, അവർക്ക് ആരാധിക്കാനുള്ള അമ്പലം അവിടെ ഉണ്ടാവും. വളരെ സൗഹാർദ്ദത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത്. ഇപ്പുറത്ത് ഹിന്ദുവിൻ്റെ അമ്പലം, അപ്പുറത്ത് മുസ്ലിമിൻ്റെ അമ്പലം. 1000 ദേവാലയങ്ങൾ ഇന്ത്യയിൽ അങ്ങനെയില്ലേ? നിസ്കരിക്കേണ്ട നേരാകുമ്പോൾ മുസ്ലിം കണ്ടുപോകും. പൂജയും ആരാധനയായിട്ട് ഹിന്ദു ഇപ്പുറത്തേക്ക് പോകും. ആരെങ്കിലും തർക്കിച്ചിട്ടുണ്ടോ? ആരെങ്കിലും കലാപം ഉണ്ടാക്കിയിട്ടുണ്ടോ? വെള്ളക്കാരൻ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് എപ്പോഴെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം കലാപം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്താ? കലാപത്തിന് നേതൃത്വം കൊടുക്കുകയാണ്, കലാപാന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച ഉത്തർപ്രദേശിൽ ഒരു പള്ളി ആക്രമിക്കപ്പെട്ടില്ലേ? 5 പേരെ വെടിവെച്ചു ഒന്നില്ലേ? ആർക്കെങ്കിലും നീതി കിട്ടുന്നുണ്ടോ? എന്താ സംഭവിക്കുന്നത്? BJP അധികാരത്തിലിരിക്കുന്ന ഓരോ സംസ്ഥാനത്തും നിയമം പാസ്സാക്കുകയാണ്. എന്താ നിയമം? ഏക സിവിൽ കോഡ്. രണ്ടാമത്തെ നിയമം എന്താ? നിർബന്ധിത മതപരിവർത്തന വിരോധ നിയമം. കേട്ടതൊന്നും ഇവിടെ എല്ലാവരും രാവിലെ എണീച്ചാൽ ആദ്യം തന്നെ പോണത് മതം മാറാനാ. അങ്ങനെ ഒരു സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടോ? രാവിലെ എണീച്ച് മതം മാറാൻ പോണ ആരെങ്കിലും നമ്മളെ നാട്ടിലുണ്ടോ? ചില ആൾക്കാർ മതം മാറിയിട്ടുണ്ടാവും. ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് ഏത് മതത്തിലും ആൾക്കും മാറാം, മാറാതിരിക്കുകയും ചെയ്യാം, മതമില്ലാതെയും ജീവിക്കാം. അങ്ങനത്തെ രാജ്യമല്ല ഇന്ത്യ. അതല്ലേ മതനിരപേക്ഷ രാജ്യം എന്ന് പറഞ്ഞാൽ. വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം, അവനാൻ്റെ ആചാരം വിശ്വാസമായിട്ട് പോവാം. എല്ലാം രാവിലെ മതം മാറാൻ പോവോ? ഇപ്പൊ രാജസ്ഥാനിൽ ഇന്നലെ മതപരിവർത്തന വിരോധ നിയമം കൊണ്ടുവന്നിരിക്കുക BJP. ഇന്നലെ. നേരത്തെ മറ്റു പല സംസ്ഥാനങ്ങളിലും വന്നു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്ന് നോക്കി. ഒരാൾക്ക് മതം മാറാം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന പറയുന്നുണ്ടല്ലോ. രാജസ്ഥാനിലെ നിയമം അനുസരിച്ച് ഒരാൾക്ക് മതം മാറണമെങ്കിൽ 6 മാസം മുമ്പ് അപേക്ഷ കൊടുക്കണം. കല്യാണം കഴിക്കുന്ന മാതിരിയാ. കല്യാണത്തിന് 2 മാസം മതി. സിവിൽ വിവാഹം അനുസരിച്ച് 2 മാസം നോട്ടീസ് കൊടുത്ത് കല്യാണം കഴിക്കാം. ഒരാൾ മതം മാറണമെങ്കിൽ ജില്ലാ കളക്ടർക്ക് 6 മാസം മുമ്പ് ഒരു അപേക്ഷ കൊടുക്കണം.
എന്നിട്ട് അയാൾ പരിശോധിക്കാൻ പോകും. നാട് മുഴുവൻ അദ്ദേഹം നടന്ന് പരിശോധിച്ചതിൻ്റെ ശേഷം അനുവാദം കിട്ടിയാലേ ഒരാൾക്ക് മതം മാറാൻ പറ്റുമോ. അല്ലാതെ മതം മാറിയാലോ അയാളെ 10 കൊല്ലം ജയിലിലിടും. ദിവസം നമ്മളെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇപ്പോൾ മതം മാറ്റാണോ? എന്താ അങ്ങനെ നിയമങ്ങൾ പാസ്സാക്കുന്നത്? ഓരോ നിയമവും BJP പാസ്സാക്കുന്നത് നിങ്ങൾ നോക്കൂ. വിവാഹപ്രായം മാറ്റുന്ന നിയമം BJP പാസ്സാക്കുമ്പോൾ ഒരു വർഗീയ ഉദ്ദേശം ഉണ്ടാവും. മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ വർഗീയ ഉദ്ദേശം ഉണ്ടാവും. വഖഫുമായി ബന്ധപ്പെട്ട നിയമം പാസ്സാക്കുമ്പോൾ വർഗീയ ഉദ്ദേശം ഉണ്ടാവും. ഒരു മതത്തെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. മുസ്ലിം വിരുദ്ധമായ നിലയിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. ന്യൂനപക്ഷ വിരുദ്ധമായ നിയമങ്ങൾ ഉണ്ടാക്കുകയാണ്. തീവ്ര ഹിന്ദുത്വ പ്രചരണമാണ്. തീവ്ര ഹിന്ദുത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം അതല്ല, വിശ്വാസമല്ല. തീവ്ര ഹിന്ദുത്വം എന്നുള്ളത് ഈ സവർണ ചിന്തയുള്ള ഹിന്ദുത്വ മൂല്യബോധത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് ഒരു ജീവിത വ്യവസ്ഥ ഉണ്ടാക്കല. ആ ജീവിത വ്യവസ്ഥയിൽ സെക്കുലർ രാജ്യമില്ലാതാവും. അവിടെ മുസ്ലിമിന് അവരുടെ അവകാശം ഉണ്ടാവില്ല. ഹിന്ദുവിൽ തന്നെ പട്ടികജാതിക്കാരനും താണജാതിക്കാർക്കും അവരുടെ അവകാശം ഉണ്ടാവില്ല. ക്രിസ്ത്യാനിക്ക് ഉണ്ടാവില്ല. സവർണ മൂല്യാധിഷ്ഠിതമായ ഒരു ജീവിത വ്യവസ്ഥയെ അടിച്ചേൽപ്പിക്കലാണ് ഹിന്ദുത്വം എന്നുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. എത്ര അപകടകരമാണത്! ആ അപകടകരമായ അവസ്ഥയിലേക്ക് നാട് പോകാൻ പാടുണ്ടോ? നമ്മുടെ നാട് ഇങ്ങനെയാണോ ചിന്തിച്ചു പോയത്? ഇവിടെ ഹിന്ദുത്വം എന്നുള്ളതിൻ്റെ പേരിൽ, ഹിന്ദുവിൻ്റെ പേരിൽ സംസാരിച്ചവർ അന്യമത വിദ്വേഷമാണോ പ്രചരിപ്പിച്ചത്? ഇവിടെ ഹിന്ദുവിന് വേണ്ടി ഏറ്റവും നന്നായി സംസാരിച്ച ആളുടെ പേരെന്താ? മഹാത്മാഗാന്ധി എന്നാണ്. എന്താ കാരണം? മഹാത്മാഗാന്ധിയാണ് ഐക്യത്തിനെതിരായി സംസാരിച്ചത്. പണ്ടിവിടെ എല്ലാവരും ഹിന്ദു ആയിരുന്നോ? നമ്മുടെ നാട്ടിൽ ആയിരുന്നോ? പെരിന്തൽമണ്ണയിലും അങ്ങാടിപ്പുറത്തും ചെറുപ്പുളശ്ശേരിയിലും ഒക്കെ ഉള്ള എല്ലാവരും ഹിന്ദു ആയിരുന്നോ? തീയൻ ഹിന്ദു ആയിരുന്നോ? അതിന്റെ താഴെയുള്ള ജാതിക്കാരെല്ലാം ഹിന്ദു ആയിരുന്നോ? അങ്ങനെയായിരുന്നെങ്കിൽ അവർക്കെല്ലാം അമ്പലത്തിൽ പോയി കൂടായിരുന്നില്ലേ? നേരെ ഗുരുവായൂർക്ക് വണ്ടി കയറി പോയി കൂടായിരുന്നില്ലേ? ഏറ്റുമാനൂരപ്പനെ കാണാൻ പോയി കൂടായിരുന്നില്ലേ? വൈക്കത്തപ്പനെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് പോരാമായിരുന്നില്ലേ? കേറ്റിയിരുന്നോ? കേട്ടിട്ടില്ലല്ലോ. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഏതാണ്ട് മധ്യകാലം വരെ നമ്മുടെ നാട്ടിൽ ഇത് അനുഭവിച്ചിട്ടുണ്ടോ? ജാതി വ്യവസ്ഥയല്ലേ. പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകാൻ എന്തായാലും സംഭവിക്കുക? ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? നമ്പൂരിരിക്കുന്നതിന്റെ 24 അടി അകലത്തല്ലേ നായരിയ്ക്കുക? അതിന്റെ നമ്പൂരിരിക്കുന്നതിന്റെ 34 അടി അകലല്ലേ തീയനിരിക്കുക? നമ്പൂരിരിക്കുന്നതിന്റെ 52 അടി അകലല്ലേ പട്ടികജാതിക്കാരൻ നിൽക്കാൻ പറ്റുള്ളൂ? അപ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഈ യോഗത്തിലൊരു നമ്പൂരി ഇവിടെ വന്നിരിക്കും. 32 അടി 24 അടി അകലെ നായർ, 32 അടി അകലെ തീയൻ, 52 അടി അകലെ പട്ടികജാതിക്കാരൻ. എങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഇരുന്നാൽ എങ്ങനെ ഉണ്ടാവും ഇരുത്തം? അങ്ങനെയായിരുന്നില്ല അവിടെ. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. ഗാന്ധി വന്നു, ദേശീയ പ്രസ്ഥാനം വന്നു, അവരെടുത്ത തീരുമാനമാണ് ഇത് പറ്റില്ല. ഒരു പ്രത്യേക ജോലി എടുക്കാൻ പ്രത്യേക ജാതിക്കാർ, അങ്ങനെയൊന്നുമില്ല. ആർക്കും ജോലി ചെയ്യാം. ജാതി വ്യവസ്ഥ അപകടകരമാണ്. ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും തടസ്സമാണ്. വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ, സാമൂഹ്യ പിന്നോക്കാവസ്ഥ, ദൈക്ഷണിക പിന്നോക്കാവസ്ഥ, അതിന്റെ ഭാഗമായി ഉണ്ടായ അടിമത്തം, വെള്ളക്കാരൻ നമുക്ക് അടിച്ചേൽപ്പിച്ചത്, ഉണ്ടാക്കിയെടുത്തത് ഈ ജാതിബോധവും ജാതി വ്യവസ്ഥയുമാണ്. അറിവിൽ നിന്നാണ് ഗാന്ധി ദേശീയ പ്രസ്ഥാനം അതിനെതിരായ സമരം നടത്തിയത്. അതുകൊണ്ടാണ് വൈക്കം സത്യാഗ്രഹം ഉണ്ടായത്. ആ സത്യാഗ്രഹ സ്ഥലത്ത് മഹാത്മജി വന്നത്, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തുള്ള ഉൽപ്പതിഷ്ണുക്കൾ വന്നത്. അതുകൊണ്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ സത്യാഗ്രഹം ഉണ്ടായത്. ആ സത്യാഗ്രഹത്തിൽ എത്ര സജീവമായാണ് നമ്മുടെ നാട് പങ്കെടുത്തത്. ഈ പെരിന്തൽമണ്ണയ്ക്ക് എത്ര വലിയ അഭിമാനബോധത്തോടു കൂടി ആ സമരത്തെക്കുറിച്ച് ഉള്ള ഒരു നാടല്ലേ ഇത്. എത്ര വലിയ ആ അമ്പലങ്ങളൊക്കെ തുറന്നു കൊടുക്കാൻ സമാധാനപരമായി തുറന്നു കിട്ടിയോ? അമ്പലപ്രവേശനത്തിന് വേണ്ടി സമരം ചെയ്യാൻ പോയവരിൽ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അമ്പലത്തിൽ നീതി കിട്ടുന്നവർ മാത്രമല്ല, അവിടെ കയറ്റാത്തവരുണ്ടായിരുന്നു, അവിടെ കയറുന്നവരും ഉണ്ടായിരുന്നു. പൊന്നാനി താലൂക്കിലെ പഴയ കഥകളെല്ലാം പേര് മാറ്റി അമ്പലത്തിൽ കയറിയ പിന്നോക്കക്കാരനെ നേരെ സവർണന നടത്തിയ ആക്രമണങ്ങളെക്കുറിച്ചും അവിടെ അപമാനിക്കപ്പെട്ടതിനെ കുറിച്ചുമുള്ള ഒരുപാട് കഥകളാണ് പഴയ പൊന്നാനി താലൂക്കിലുണ്ടായിരുന്നത്. തീയന്മാരെ 1.5 കിലോമീറ്റർ അകലെയുള്ള ആലിൻ്റെ ചോട്ടിലാണ് നിർത്തിയത്.
തീയന്മാർക്ക് ഒരാളുള്ളത് ഗുരുവായൂർ. അമ്പലനടയല്ല, സ്വർണ്ണ വിഗ്രഹമല്ല, സ്വർണ്ണ കൊടിമരമല്ല, ഗുരുവായൂർ കേശവന്റെ പ്രതിമയല്ല, 1.5 കിലോമീറ്റർ അകലെയുള്ള ഒരാലാണ് തീയന്മാർക്ക് കൊടുത്തത്. തീയന്മാരാല് അവിടെ വന്ന് നിന്ന് തൊഴുതോ, അവിടെ വന്നിരുന്ന് പ്രസാദം വാങ്ങിക്കോ, അവിടെ വന്ന് നിന്ന് നീ ആരാധന നടത്തിക്കോ, പൂജ നടത്തിക്കോ, വഴിപാട് നടത്തിക്കോ, ഇതെല്ലായിരുന്നില്ലേ അവിടെ? അത് ചോദിച്ചെന്നവരെ തടയാൻ മതിൽ കെട്ടിയില്ലേ, വേലി കെട്ടിയില്ലേ ഗുരുവായൂരമ്പലത്തിന്റെ മുന്നിൽ? തച്ചു തകർത്തില്ല ഈ നാട്. അങ്ങനെയല്ലേ നാട് മുന്നോട്ട് വന്നത്? ആ പ്രാകൃത കാലത്തിന്റെ തുടർച്ച ആവശ്യപ്പെടുന്നവരാണ് വർഗീയവാദികൾ. ഹിന്ദുത്വ വർഗീയത അതിന്റെ ഏറ്റവും ആപൽക്കരമായ ഭാവമാണ്. വരുമ്പോൾ തുടർച്ചയായിട്ട് മരിക്കുകയാണ്. എന്താ നാട്ടിൽ സംഭവിച്ചത്? തീവ്ര വർഗീയതയുടെ കലാപങ്ങൾ, പള്ളി പൊളിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനങ്ങൾ. നമ്മുടെ സുപ്രീം കോടതി കാണിച്ചാൽ ഈ അടുത്ത കാലത്ത് വളരെ തെറ്റായൊരു വിധി പ്രഖ്യാപിച്ചു. അത് ആ ഗ്യാൻബാബി പള്ളി അളക്കാന്നുള്ളതാണ്. ഇപ്പം എല്ലാ പള്ളി അളക്കാനുള്ള അപേക്ഷയിട്ട് പോവുകയാണ് BJP-ക്കാർ. 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് തീരുമാനിക്കുക. ആരാധനാലയങ്ങൾ എപ്പോൾ വേണമെങ്കിലും പരിശോധിക്കാം, നോക്കാം. ഒരു മജിസ്ട്രേറ്റ് കഴിഞ്ഞ ആഴ്ച പ്രഖ്യാപിച്ചത് ഒരു അഭിഭാഷക കമ്മീഷൻ അയക്കും, ഇന്ന് രാവിലെ അയക്കും, വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും അയാൾ പോയിട്ട് ഇങ്ങോട്ട് വരണം, എന്നിട്ട് അപ്പം തന്നെ റിപ്പോർട്ട് കൊടുക്കണം ഈ പള്ളി പണ്ട് അമ്പലമായിരുന്നു എന്ന്. ഏതെങ്കിലും വക്കീലിന് പറ്റുമോ 12 മണിക്കൂർ കൊണ്ട് അമ്പലം നിന്ന സ്ഥലം, പള്ളി നിൽക്കുന്ന സ്ഥലം പണ്ട് അമ്പലമായിരുന്നു കണ്ടുപിടിക്കാൻ? എന്താ ഇപ്പം ഇന്ത്യയിലെ സ്ഥിതി? എവിടേക്കാണ് ഇത് പോകുന്നത്? എത്ര ആപൽക്കരമാണിത്? എല്ലാം വർഗീയമായ കണ്ണിലൂടെ കാണാൻ തുടങ്ങിയില്ലേ? എല്ലാവരുടെ മനസ്സിലേക്കും വർഗീയത വന്നില്ലേ? അടുത്തിരിക്കുന്ന ആളുടെ മതം എന്താണെന്ന് നോക്കാൻ തുടങ്ങിയില്ലേ? നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ മതബോധത്തിന്റെ സ്കൂളുകൾ ഉണ്ടായില്ലേ? മതത്തിന്റെ ബ്രാൻഡ് ചെയ്തിട്ടുള്ള സ്കൂളുകൾ രാജ്യത്താകെ വന്നിരിക്കുന്നില്ലേ? ഒരു നാട്ടിൻ പുറത്തുനിന്ന് കുട്ടികൾ സ്കൂളിലേക്ക് പോകുമ്പോൾ കയറുന്ന ബസ്സിലേക്ക് നിങ്ങൾ നോക്കൂ, മതചിഹ്നങ്ങളുള്ള ബസ്സുകളിലേക്ക് അവർ കയറി പോവുകയാണ്. 5, 6, 8, 10 വയസ്സാകുമ്പോഴേക്ക് കുട്ടികളുടെ ബോധത്തിലേക്ക് പൂർണ്ണമായി മതമടിച്ചേൽപ്പിക്കുന്ന പ്രാകൃതകാലത്തിന്റെ ഏറ്റവും മോശമായ മൂല്യങ്ങളുടെ വളർച്ചയ്ക്കും അതുവഴി ഉണ്ടാകുന്ന പ്രയാസങ്ങൾക്കും നമ്മളെ രാജ്യം വിധേയമായി കൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു കാലത്തും കൂടി നമ്മൾ ചെന്നു ചേരുകയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള ഏറ്റവും വലിയ അഭിമാനബോധം ഈ തിന്മയ്ക്കെതിരായി ജീവൻ ബലിയർപ്പിച്ച് പോരടിച്ചുകൊണ്ടിരിക്കുന്ന ഏക രാഷ്ട്രീയ പാർട്ടിയാണ് CPIM എന്നുള്ളതാണ്. ഒരു സംശയവും ഉണ്ടാവണ്ട. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷതയുടെ കാവൽക്കാരാണ് കമ്മ്യൂണിസ്റ്റുകാർ. ഞങ്ങളാണ് ഇതിനോട് മുഖാമുഖം ഏറ്റിട്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നത്, ഒരു സന്ദർഭത്തിലും വിട്ടുവീഴ്ച ചെയ്യാതിരിക്കുന്നത്. ശക്തമായ നിലപാട് സ്വീകരിക്കില്ലേ? അപ്പോ ഈ ഹിന്ദുത്വ വർഗീയവാദികൾ ഉണ്ടാക്കിയിരിക്കുന്ന ആപത്ത്, അതിനെതിരായ ശക്തമായ നിലപാട്. മുതലാളിമാരുടെ നിലപാട്, അവരുടെ ചൂഷണം, അതിനെതിരായ ശക്തമായ നിലപാട്. സാമാന്യ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുന്ന പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഉന്നതമായ സോഷ്യലിസ്റ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതുകൊണ്ട് ഇപ്പം ഇന്ത്യയിൽ സംഭവിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ എതിരാളികളുടെ പാർട്ടിയാണ് CPIM എന്നുള്ളതാണ്. എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായിട്ട് ശക്തമായ ആക്രമണം നടത്തുന്ന ഒരു കാലമാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് അതിക്രമങ്ങളെ നേരിട്ടിട്ടുണ്ട്. പാർട്ടിക്ക് നേരെ ഒരുപാട് ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഒരുപാട് സഖാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപാട് പേരെ ജയിലിലടച്ചിട്ടുണ്ട്. ഒരു സംശയമില്ല. ഞങ്ങളുടെ 1ാം പാർട്ടി സമ്മേളനം 1940-കളിൽ നടക്കുമ്പോൾ ആ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരിൽ ജയിലിൽ പോവാത്ത ആരും ഉണ്ടായിരുന്നില്ല. ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ടവർ, ആന്തമാനിലെ സെല്ലുലാർ ജയിലിൽ കിടന്നവർ, അങ്ങനെ 5 കൊല്ലവും 10 കൊല്ലവും 15 കൊല്ലവും ഒക്കെ ജയിലിൽ കിടന്നവരുടെ ഒരു സമ്മേളനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ 1ാം സമ്മേളനം. അവിടുന്ന് ഇങ്ങോട്ട് അടിയന്തരാവസ്ഥ കാലം വരെ ഓരോ ചെറിയ ഇടവേളയിലും കമ്മ്യൂണിസ്റ്റുകാർ ജയിലിൽ പോയിക്കൊണ്ടിരുന്നു. 5-10 കൊല്ലത്തിന്റെ ഇടവേളകളിൽ എപ്പോഴും ജയിലിൽ പോയിക്കൊണ്ടിരുന്നു. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി കരുത്തോടു കൂടി നിലനിന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാടിൻ്റെ ഇന്നത്തെ ചിത്രം എന്താ? അങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊരു ബോധ്യം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ നിലയുറപ്പിച്ചപ്പെടെ ഞങ്ങൾ എതിരാളികൾ എന്താ പറയുക? കമ്മ്യൂണിസ്റ്റുകാർക്ക് മുസ്ലിം പ്രീണനമാണ് പറയും. അവർ കുറ്റായി. മുസ്ലിമിനെ ആക്രമിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം പ്രീണനമാണ്. ആരാ പറയുന്നത്? കോൺഗ്രസ്സുകാരാണ്. പിന്നെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പാണക്കാട്ടത്തങ്ങളൊന്ന് പറഞ്ഞു പോകുന്നുണ്ട് ഞങ്ങൾക്കെതിരായിട്ട് മുസ്ലിം പ്രീണനം നടത്താണ് CPM. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് വോട്ട് പറഞ്ഞത്.
ശരിയായ നിലപാടിനോടുള്ള ഇവരുടെയൊക്കെ സമീപനത. പക്ഷേ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് തോറ്റു എന്ന് വരും, ചിലപ്പോൾ ജയിച്ചു എന്ന് വരും, ചിലപ്പോൾ സഖാക്കൾ മരിച്ചു എന്ന് വരും, പോരാടും. ഒരു കാര്യം ഉറപ്പാണ്, ശരിയായ നിലപാടിൽ നിന്നും വിട്ടുവീഴ്ച ചെയ്ത് കീഴടങ്ങില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനൊന്നും ആർക്കും സംശയം ഉണ്ടാവേണ്ടിയില്ല. ശരിയായ നിലപാടുകളിലാണ് പാർട്ടി നിലയുറപ്പിക്കുക. അങ്ങനെ നിലയുറപ്പിക്കുമ്പോൾ ശത്രുക്കളുണ്ടാവും. പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഏറ്റവും വലിയ ഇടതുപക്ഷ കടന്നാക്രമണം ലോകത്ത് നടക്കുമ്പോൾ, സാമ്രാജ്യത്വ കടന്നാക്രമണങ്ങൾ പുരോഗമന ആശയങ്ങൾക്ക് നേരെ നടക്കുമ്പോൾ, അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള കടന്നാക്രമണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കുമ്പോൾ, ഇന്ത്യയിൽ ഏറ്റവും പ്രാകൃതരായ RSSകാർ അധികാരത്തിലിരുന്നു കൊണ്ട് രാജ്യത്തിൻ്റെ നന്മകൾ തല്ലിക്കെടുത്തുമ്പോൾ ഈ കേരളം പ്രഖ്യാപിച്ചത് 5 വർഷം കഴിഞ്ഞ് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പിൽ തുടർ ഭരണവും കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയന് കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ച നാടാണ് കേരളം. അതുതന്നെയാണ് ഇപ്പോഴൊരു പുതിയ പ്രത്യേകത. ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള വളരെ ബോധപൂർവമായ ഗൂഢാലോചന നടക്കുന്ന ഒരു സന്ദർഭമാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, ഒരു ഇടതുപക്ഷ തുടർ ഭരണം കേരളത്തിലുണ്ടായി. കേരളം വലിയ മാതൃകകൾ നമ്മുടെ നാട്ടിന് കാണിച്ചു, ഉണ്ടാക്കി കൊടുത്തു. വെറുതെയാണോ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ഉണ്ടായത്? ഒരു ഗവൺമെന്റ് മാത്രമാണോ കേരളത്തിലുണ്ടായത്? ഈ RSS വൽക്കരിക്കപ്പെട്ട, വലതുപക്ഷവൽക്കരിക്കപ്പെട്ട ഇന്ത്യയിൽ ബാക്കി ഏറ്റവും വലിയ ബൂർഷ്വാ പാർട്ടിയായ കോൺഗ്രസ് ഒക്കെ വലിയ തോതിൽ തകർന്ന ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പോലും നിങ്ങൾക്ക് കാണാൻ കഴിയും, ഉപതെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ കോൺഗ്രസ് ഞങ്ങളെ രക്ഷിക്കും. അങ്ങനെ ഉണ്ടല്ലോ, കുറച്ചാൾക്കാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോൺഗ്രസിന് മാത്രമേ BJPനെ തടുക്കാൻ കഴിയുവാണ്ട് വോട്ട് ചെയ്താൽ കുറച്ചാൾക്കാർ നമ്മുടെ നാട്ടിൽ അങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചവരും ഉണ്ട്. ഇപ്പം നിങ്ങൾ നോക്കിയേ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട്, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് 4 കഴിഞ്ഞു. അതിൽ കോൺഗ്രസ് മുന്നിൽ നിന്ന് BJPയെ തോൽപ്പിക്കേണ്ട 2 സംസ്ഥാനങ്ങൾ, ഒന്ന് ഹരിയാന, അനുകൂലമായി ജനങ്ങൾ ഇടതുപക്ഷ ഇന്ത്യ ബ്ലോക്കിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ സ്ഥലമാണ് ഹരിയാന. കൂടുതൽ വോട്ട് കോൺഗ്രസ് മുന്നണിക്ക, ഇന്ത്യ മുന്നണിക്ക. BJPക്ക് തിരിച്ചടി നേരിട്ടു. എന്നാൽ അത് കഴിഞ്ഞ് നിയമസഭ വന്നപ്പോഴോ കോൺഗ്രസ് തോറ്റു. ആ ചുമതല നിർവഹിക്കാൻ കോൺഗ്രസിന് സാധിച്ചില്ല. ഇപ്പോഴോ അതിനെ തുടർന്ന് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് നടന്നു. ഏറ്റവും കൂടുതൽ സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിച്ചത്. എന്താ സംഭവിച്ചത്? BJPയും BJPയുടെ മുന്നണിയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദയനീയമായി തോറ്റ മഹാരാഷ്ട്രയിൽ BJP അധികാരത്തിലേക്ക് വന്നിരിക്കുകയാണ്. എന്താ തെളിയിക്കുന്നത്? കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? എന്നാൽ ഇന്ത്യ മുന്നണിയിലെ തന്നെ മറ്റൊരു ഘടകകക്ഷിയായ ഫറൂഖ് അബ്ദുള്ളയുടെ പാർട്ടി ആ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ജമ്മു കശ്മീരിൽ BJPയെ തോൽപ്പിച്ചു. കോൺഗ്രസിന് കൊടുത്ത എല്ലാ സീറ്റും തോറ്റു, ഒന്നൊഴികെ എല്ലാ സീറ്റും ഒരു തോറ്റുപോയി. പക്ഷെ കശ്മീർ ജനത കോൺഗ്രസിന് BJPയെ തോൽപ്പിച്ചല്ലോ. ജാർഖണ്ഡ് മുക്തി മോർച്ചയിൽ നേതൃത്വം കൊടുത്തത് BJP വിരുദ്ധമായ നിലപാടിന് ജനങ്ങൾ അംഗീകാരം നൽകിയില്ലേ? കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ? കോൺഗ്രസ് ഇപ്പം കണ്ടാ പോരുന്നത് ആര്? രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് പോന്നു, വയനാട്ടിൽ വന്ന് ജയിച്ചു. ലീഗർക്ക് ഒരു സമാധാനമുണ്ട്, ആ പച്ചക്കൊടി ഒന്ന് വീശാൻ പറ്റി. അന്ന് കഴിഞ്ഞൊരു ഈ പച്ചക്കൊടി വീശി പിന്നെ താഴത്തേക്ക് വെച്ചതാ. വീണ്ടും വയനാട്ടിൽ ഇക്കുറി വന്നു. ഇക്കുറി വന്നപ്പോൾ പച്ചക്കൊടി വീശി. നോക്കിയങ്ങൾ, അവിടുന്ന് ആദ്യം രാഹുൽ ഗാന്ധി വന്നു, പിന്നെ പ്രിയങ്ക ഗാന്ധി വന്നു. ഇന്ന് ഞാൻ രാവിലെ ഒരു കുറിപ്പിൽ, പ്രമുഖനായ ഒരു ഇന്ത്യൻ രാഷ്ട്രീയ നിരീക്ഷകൻ എഴുതിയൊരു കുറിപ്പിലുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നല്ല വയനാട് നാഷണൽ കോൺഗ്രസ് എന്നുള്ളതാണ് ഇന്നത്തെ കോൺഗ്രസ് എന്നെഴുതിയൊരു ലേഖനം ഞാൻ പോരുമ്പോൾ വഴി നിന്ന് വായിച്ചുകൊണ്ട് വന്നതാണ്. ഇങ്ങോട്ട് പോരേണ്ടി വരികയാണ്. എന്താ അത് സൂചിപ്പിക്കുന്നത്? എന്താ? കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ ആ ലക്ഷ്യത്തിൻ്റെ മുന്നിലാണ് കോൺഗ്രസ് നേതൃത്വം. BJP ആ ലക്ഷ്യത്തിലാണ്. പണ്ട് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളെ തോൽപ്പിക്കാൻ കൂട്ടമായി വന്ന് ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. EMSനെ തോൽപ്പിക്കാൻ വന്നിട്ടുണ്ട്. ഡസൻ കണക്കിന് കോൺഗ്രസ് MLA മാർ, മന്ത്രിമാരും കേന്ദ്രമന്ത്രിമാരും മുഖ്യമന്ത്രിമാരുമാണ്
1960 EMS തോൽപ്പിക്കാൻ നമ്മുടെ ഈ പുഴയുടെ അക്കരെ മുഴുവൻ വന്ന് നടന്ന് EMS തോറ്റില്ല. പല സന്ദർഭങ്ങളിലും അങ്ങനെ അവരിവിടെ വന്ന് നമ്മളെ തകർക്കാൻ വലിയ ശ്രമം നെഹ്റുവിൻ്റെ കാലം മുതൽ ഇന്ദിരാഗാന്ധി നേതൃത്വത്തിൽ പ്രത്യേകിച്ച് നടത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ആൾ മത്സരിക്കലും ഇവിടെയുള്ള ആൾക്കാരെ തോൽപ്പിക്കലും വരുന്നു. കേരളത്തിൽ ഇടതുപക്ഷത്തെ തോൽപ്പിക്കാനുള്ള സമരത്തിൻ്റെ ഏറ്റവും മുന്നിൽ ഉത്തരേന്ത്യയിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും സമുന്നതരായ നേതാക്കൾ തന്നെ നിൽക്കാൻ പോകുന്നു, നിൽക്കും എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ ഈ കണ്ടത്. ആദ്യം രാഹുൽ ഗാന്ധി, പിന്നെ പ്രിയങ്ക ഗാന്ധി. ഒരു ഉപകാരം ഉണ്ടായിട്ടുണ്ട്, ലീഗർക്ക് കിട്ടാനുള്ളത് കിട്ടി. തെരഞ്ഞെടുപ്പിൻ്റെ അന്ന് വണ്ടിയിലൊക്കെ കയറ്റി ഇവരൊക്കെ കൊണ്ടുനടന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ജയിച്ച് വിജയാഹ്ലാദ ഘോഷയാത്രയ്ക്ക് വന്നപ്പോൾ ഇവരെ കണ്ടില്ല എന്ന പരിഭവം പറയേണ്ട ഗതികേട് ലീഗർക്ക് ഉണ്ടായി എന്നാണ് ഇന്ന് ഞാൻ പത്രത്തിൽ വെച്ച്. വലിയ സങ്കടമായത്രേ, കയറ്റിയില്ല എന്നാണ് പറഞ്ഞത്. വിളിക്കാത്തതുകൊണ്ട് ലീഗർ സ്വീകരിക്കാനും പോയില്ല എന്ന് വായിച്ചു. പക്ഷേ വളരെ കൃത്യമായ ലക്ഷ്യം സമൂഹത്തിന് മുന്നിലേക്ക് അവർ കൊണ്ടുവന്നു. കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കുക എന്ന ചുമതല ഒരുമിച്ച് BJPയെ പോലെ, ഹിന്ദു വർഗീയവാദിയെ പോലെ, കേരളത്തിലെ UDF, അതിൽ തന്നെ കോൺഗ്രസിൽ തന്നെ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എല്ലാം ഒരുമിച്ച് കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കാൻ വരികയാണ്. നന്നായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. കമ്മ്യൂണിസ്റ്റുകാർ ഇവിടെ എന്തെങ്കിലും ദോഷം ചെയ്തവരാണോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലെങ്കിൽ ഈ കേരളം ഉണ്ടോ? കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളുണ്ടോ? വർഗീയവാദികൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടാ. നിങ്ങൾ രാവിലെ ഇറങ്ങി ചുറ്റി നടന്നു നോക്കിയാൽ മതി. ആനമങ്ങാട് ഇന്ന് നിങ്ങൾ പെരുന്തമണ്ണ പോയി തിരിച്ചു വരുമ്പോൾ തന്നെ ഒരുപാട് വർഗീയവാദികളെ വഴി കാണാൻ പറ്റും. നല്ല വർഗീയവാദിയായിരിക്കും. ഭൂരിപക്ഷമല്ല, ഭൂരിപക്ഷമൊക്കെ മതനിരപേക്ഷ പോകുന്നവരാ. നല്ല ഒന്നാം തരം വർഗീയവാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. പലതരത്തിൽ അവർ പ്രവർത്തിക്കുന്നുണ്ട്. ആ വർഗീയ ശക്തികൾ ഏത് തരത്തിൽപ്പെട്ടതായാലും നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുക, ഒന്നിക്കുകയാണ്. ഇവരെല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നടത്തിയ പ്രവർത്തനം നമ്മുടെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കിയെന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ നേട്ടം. ഇന്ത്യയിൽ എവിടെ നോക്കിയാലും ലോകത്തെവിടെ നോക്കിയാലും വലിയ തോതിലുള്ള ഉച്ചനീചത്വമുണ്ട്. സാധാരണക്കാരായ മനുഷ്യർക്ക് ഭേദപ്പെട്ടൊരു ജീവിതം അനുവദനീയമല്ല, ലഭ്യമല്ല. അമേരിക്ക പോലെയുള്ള വികസിത മുതലാളിത്ത രാജ്യം മുതൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മൂന്നാം ലോക രാജ്യരാഷ്ട്രം വരെ നമ്മൾ കാണുന്ന ഒരു പൊതുകാഴ്ചയാണ്. അതിദരിദ്രരായ ഒരുപാട് ആളുകളുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രത്യേകത എന്താ? 24% ആളുകൾ അതിദരിദ്രരാണ്. 24%. അപ്പൊ 140 കോടി ജനങ്ങളിൽ ഇന്ത്യയിൽ 10% ആണെങ്കിൽ 14 കോടിയായില്ലേ? 20% ആണെങ്കിൽ 28 കോടിയായില്ലേ? 24% ആണെങ്കിൽ ഒരു 10-38 കോടിയായില്ലേ? 40 കോടിയോളം ജനങ്ങൾ അതിദരിദ്രരാണ് ഇന്ത്യയിൽ. ഭക്ഷണമില്ല, പാർപ്പിടമില്ല, തെരുവിൽ കിടക്കേണ്ടി വരുന്നു, കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല. ഇങ്ങനെ അതിദരിദ്രരായ 24% ജനങ്ങളുണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിനകത്ത്. സ്വാതന്ത്ര്യത്തിന്റെ ഒരു നന്മയെ അനുഭവിക്കാൻ കഴിയാത്തവർ. എന്നാൽ കേരള സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താ? കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയൻ ഭരിക്കുന്ന ഈ കേരളത്തിൽ അതിദരിദ്രനായ ഒരാളില്ല എന്നുള്ള അഭിമാനമാണ് ഈ നാടിന്റെ ഏറ്റവും വലിയ അഭിമാനം. എന്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാടിന് വേണ്ടി ചെയ്തു എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരമാണത്. ഒരതിദരിദ്രനില്ലാത്ത നാടായി കേരളത്തെ മാറ്റി കമ്മ്യൂണിസ്റ്റുകാർ. ഇടതുപക്ഷ ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അംഗീകരിച്ച പ്രമേയത്തിൽ ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട്, നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മുടെ പാർട്ടി അംഗീകരിച്ച, സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച പ്രമേയത്തിൽ നമ്മൾ പറഞ്ഞു, ഒന്നാമത്തെ ജോലി അതിദാരിദ്ര്യമില്ലാതാക്കുന്നതാണ്. സത്യപ്രതിജ്ഞ ചെയ്ത സഖാവ് പിണറായി പറഞ്ഞു, ഒന്നാമത്തെ ജോലി അതിദാരിദ്ര്യമില്ലാതാക്കുന്നതാണ്. അധികാരം കിട്ടി ഒരു കൊല്ലത്തിൻ്റെ ഇടയിൽ അതിദരിദ്രരെ മുഴുവൻ കണ്ടെത്തി അവരെ സമൂഹ പൊതുധാരയിലേക്ക് കൊണ്ടുവന്നു ഈ ഗവൺമെന്റ്. തെറ്റാണോ? ലോകത്തെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഭവനരാഹിത്യമാണ്, വീടില്ല. ഇപ്പൊ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വീടുണ്ടാവില്ല. മഹാഭൂരിപക്ഷം ജനങ്ങള് ഈ പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി അതിൽ കിടക്കുക. വികസിത രാജ്യങ്ങളിലേക്ക് ഫ്രാൻസിലെ പിന്നെ നമ്മൾ പാരീസ്, ലണ്ടൻ, റോം,
ന്യൂയോർക്ക്, ഇവിടെയൊക്കെ പോയാൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ കാഴ്ച എന്താ? വീടില്ലാത്ത 10,000-കണക്കിന് ആളുകളാണ്. പാരീസ് നഗരത്തിലൊരാൾ ചെന്നാൽ കാണാൻ കഴിയുന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ വൈകുന്നേരം 5 മണിക്ക് ഒരു ബസ് ഇങ്ങനെ പോയി നിൽക്കണതാണ്, ആൾക്കാർ വന്ന് കയറണു കാണാം. ആ ബസ് വീടില്ലാത്തവരെ കയറ്റി കൊണ്ടുപോകുന്ന ബസ്സാണ്. ബസ്സിൻ്റെ നിറം കണ്ട ആൾക്കാർക്ക് അറിയാം, വീടില്ലാത്തവർ ആ ബസ്സിൽ കയറി. ആ ബസ്സുകളെ നൈറ്റ് ഷെൽട്ടർ കൊണ്ടാക്കി. അവിടെ നിങ്ങൾക്ക് കടന്നുറങ്ങാം, ഇത്തിരി കഞ്ഞിയും കിട്ടും. രാവിലെ നിങ്ങൾ വീണ്ടും ബസ്സിൽ കയറും, പിന്നെ നിങ്ങളെ റോട്ടിൽ ഇറക്കി വിടും. വൈകുന്നേരം പിറ്റേന്നും വരും. വീടില്ല. 10,000-കണക്കിന് മനുഷ്യരാണ് ഈ പാരീസിൽ. 10,000-കണക്കിന് മനുഷ്യരാണ് എല്ലാ യൂറോപ്യൻ നഗരങ്ങളിലെ പട്ടണങ്ങളിലും. അമേരിക്കയിലാണെങ്കിൽ ബസ്സൊന്നും വരില്ല, നേരെ ആട്ടിത്തെളിച്ച് പാർക്ക് കൊണ്ടുപോകും. 10 മണി കഴിഞ്ഞാൽ പാർക്ക് കടന്നുറങ്ങാം. 5 മണിയാകുമ്പോൾ അമേരിക്കയിൽ പോലീസിനെ തട്ടി ഇങ്ങനെ വിളിക്കും. എന്തിന്? 5 മണി വരെ പാർക്ക് കിടക്കാൻ പറ്റും, ഇവിടുന്ന് വിട്ടോ എന്ന് പറയും. നമ്മൾ പാർക്കിലേക്ക് നടക്കാൻ ചെല്ലുമ്പോൾ പാർക്ക് ക്ലീനാ. 11 മണി മുതൽ 5 മണി വരെ പാർക്ക് ആർക്കുള്ളതാ? വീടില്ലാത്തവന് താമസിക്കാനുള്ളതാ. ലാറ്റിൻ അമേരിക്കയിലോ? ലാറ്റിൻ അമേരിക്കയിൽ ജനസംഖ്യയിലെ വലിയൊരു ഭൂരിപക്ഷം വീടില്ല. നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല, ആലോചിക്കാനാവില്ല. ഈ കേരളത്തിലോ? ഈ കേരളത്തിൽ വീടില്ലാത്ത എത്ര പേരുണ്ട്? ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കൂ. എന്താണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഏറ്റവും വലിയ ഉത്തരം അതാ. ഇങ്ങനെയായിരുന്നോ കേരളം? ആദ്യത്തെ വോട്ടെടുപ്പ് വന്നപ്പോൾ നികുതി ഷീട്ടുള്ളവനെ വോട്ടുള്ളൂ. എത്ര പേർക്ക് വോട്ടുണ്ടായി? 17%. നികുതി ഷീട്ടുള്ളവനെ ഒരു കേസിൽ ജാമ്യം എടുക്കാൻ പറ്റൂ? നികുതി ഷീട്ടുള്ളവനെ കടം വാങ്ങാൻ പറ്റൂ? ഈ നികുതി ഷീട്ട് നമ്മളൊക്കെ കയ്യിലുണ്ടല്ലോ. എങ്ങനെ കിട്ടി? 1957 EMS ഗവൺമെൻറ് കൊണ്ടുവന്ന സമഗ്രമായ കാർഷിക പരിഷ്കരണവും 1970 കൊണ്ടുവന്ന 69 ഗവൺമെൻറ് കൊണ്ടുവന്ന ഭൂപരിഷ്കരണ നിയമവുമാണ് നമ്മളെ നാട്ടിലെ കൃഷിക്കാരന് കൃഷിഭൂമി കൊടുത്തത്, കുടികിടപ്പുകാരന് അവരുടെ ഭൂമി കൊടുത്തത്. 32 ലക്ഷം കുടുംബങ്ങളാണ് അന്ന് ഈ കേരളത്തിലുള്ള മുഴുവൻ കുടുംബങ്ങൾ. എന്നുവെച്ചാൽ 1% വരുന്ന അതിസമ്പന്നരൊഴികെ 99% മനുഷ്യനും മണ്ണിന്റെ അവകാശം കൊടുത്ത ലോക ചരിത്രത്തിലെ അപൂർവം ഗവൺമെന്റുകളിൽ ഒന്നാണ് ഈ CPM നേതൃത്വത്തിൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിൽ കേരളം ഭരിച്ചത്. അതിന്റെ ഗുണമാണ് ഇപ്പൊ 96% വീടുണ്ട്. വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതി കൊടുക്കുന്നുണ്ട്. കുറച്ചാക്കിഞ്ഞും ബാക്കിയുണ്ടാവും. അപ്പൊ മനോരമ അവിടെ ചെന്ന് നിൽക്കും. ഇല്ലാത്ത ഒരാളെ കിട്ടി, അതാണ് കൊടുത്തവരെണ്ണം അന്വേഷിച്ചിട്ടല്ല, കിട്ടിയ 10,000-ങ്ങളെ അന്വേഷിച്ചല്ല, കിട്ടിയ ലക്ഷങ്ങളെ അന്വേഷിച്ചല്ല, കിട്ടാതെ പോയ ഒരാളെ അന്വേഷിച്ച് അയ്യോ ഇവിടെ കിട്ടിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത അവിടെ ഉൽപ്പാദിപ്പിക്കും. അങ്ങനെ സാധിക്കൂ? എല്ലാവർക്കും വീട് സർക്കാർ വഴി കൊടുക്കുന്ന ഏതെങ്കിലും സ്ഥലം ലോകത്തുണ്ടോ? എന്നാൽ ഇത്രയേറെ വീട് സാധാരണക്കാരുണ്ടായി കൊടുത്ത ഭൂമി കൊടുത്ത മറ്റൊരു സ്ഥലം കേരളത്തിലുണ്ടോ? കേരളം അല്ലാതെ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? വലിയ മാറ്റല്ലേ? ഇന്ത്യയിലെ ശരാശരി ആയുർ നിരക്കിനേക്കാളും 10 കൊല്ലം അധികമാണ് കേരളത്തിൽ ആയുർ നിരക്ക്. 10 കൊല്ലം. ഒരു ഇന്ത്യക്കാരൻ ജീവിക്കുന്നതിനേക്കാളും 10 കൊല്ലം ഒരു മലയാളി ജീവിക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മുന്നിൽ ചെങ്കൊടി ഉയർത്തിപ്പിടിച്ച് നടന്നവർ നടത്തിയ പോരാട്ടം വെറുതെ ആയിട്ടില്ല എന്ന് എപ്പോഴും അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന ചരിത്ര നേട്ടമാണ്. രോഗചികിത്സ നോക്കും നിങ്ങൾ. ഇപ്പം ഞാൻ ഇന്നലെ പേപ്പറിൽ വായിച്ചു, ഒരു കുട്ടി പ്രസവിച്ചപ്പോൾ അംഗഭംഗം വന്നപ്പോൾ ഗവൺമെൻറ് അന്വേഷിക്കപ്പോൾ ഗവൺമെൻറ് അന്വേഷിക്കുന്നുണ്ടല്ലോ. ആ കുട്ടിയുടെ ഒപ്പം ഉണ്ടല്ലോ ഗവൺമെൻറ്. ലോകത്ത് വേറെ എവിടെയും നടക്കുമോ? ഒരു സാധാരണക്കാരൻ അങ്ങനെ പറയാൻ കഴിയുന്നൊരു അന്തരീക്ഷം ഉണ്ടോ? ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ചികിത്സ ഇത്രയും ചെലവ് കുറഞ്ഞ് ലോകത്ത് എവിടെയും കിട്ടുമോ? ഉത്തരേന്ത്യയിൽ മുഴുവൻ നോക്കൂ, സ്കൂളുകൾ അടച്ചുപൂട്ടുകയാണ്. 10,000-കണക്കിന് സ്കൂളാണ് ഉത്തർപ്രദേശിൽ അടച്ചുപൂട്ടിയത്. ഹിമാചൽ പ്രദേശിൽ ഞാൻ 2 ദിവസം പോയിരുന്നു. 7,000 സ്കൂളാണ് ചെറിയ ഹിമാചൽ പ്രദേശിൽ അടച്ചുപൂട്ടിയത്. ഇന്ത്യ മുഴുവൻ അടച്ചുപൂട്ടിക്കൊണ്ടിരിക്കുക. ഏതെങ്കിലും ഒരു സ്കൂൾ ഇവിടെ അടച്ചുപൂട്ടിയിട്ടുണ്ടോ? നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിന്റെ നിലവാരം കൂടിയോ കുറഞ്ഞോ? ലോകത്തെ ഏറ്റവും മികച്ച പൊതുവിദ്യാഭ്യാസ നിലവാരമുള്ളത് ഈ കേരളത്തിലാണ്, യൂറോപ്യൻ രാജ്യങ്ങളിലല്ല. ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് നമ്മളതിനെ വളർത്തിയെടുത്തു കഴിഞ്ഞ 5 കൊല്ലത്തെ പിണറായി ഗവൺമെൻറ്. ഇപ്പൊ സർവകലാശാല വിദ്യാഭ്യാസ സ്ഥാനം മെച്ചപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കുകയാണ്. ചെറിയ ചിലവിൽ ലോകത്തെ ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക്, സ്കൂളിൽ ചേരുന്ന കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് 0 കേരളത്തിൽ. 0. 1-ാം ക്ലാസ്സിൽ ചേർന്നാൽ 10-ാം ക്ലാസ് വരെ എത്തും. ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഉണ്ടോ? എന്തൊരു സാമൂഹ്യ വളർച്ചയാണ് കേരളം നേടിയത്. നിങ്ങൾ പറഞ്ഞു പ്രചരിപ്പിക്കുകയാണ് ഏറ്റവും മോശം കേരളം. അതാണ് സഹിക്കാൻ പറ്റാത്തത്.
ഇവർ വേറെ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ, കണ്ടിട്ടുണ്ടോ? എന്തൊരു കടന്നാക്രമണമാണ് ഇടതുപക്ഷത്തിന് നേരെ, ഇടതുപക്ഷ ഗവൺമെന്റിന് നേരെ. ഏതാ കാലം? ആ കേന്ദ്ര ഗവൺമെന്റ് നമ്മൾ നേടിയ നേട്ടങ്ങൾ മുഴുവൻ തകർക്കാൻ വലിയ തോതിൽ പരിശ്രമിക്കുന്ന കാലം. കേരളത്തിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? ഇത്രയും വലിയ പ്രകൃതി ദുരന്തം ആ വയനാട്ടിൽ സംഭവിച്ചിട്ട് ഒരു ഉറുപ്പിക കേന്ദ്രം തന്നിട്ടില്ല. ഒരു ഉറുപ്പിക. കോടതി വരെ ചോദിച്ചു. സാധാരണ കോടതികൾ പലതും നമുക്ക് എതിരായും ചോദിക്കാറുണ്ട്. എന്താ ഉത്തരം? പൈസ തന്നു എന്നാണോ? അല്ലല്ലോ. എന്തൊരു അവഗണനയാണ് കേരളം നേരിടുന്നത്. BJP സംസ്ഥാനങ്ങളെ തമ്മിൽ വിവേചനം നടത്തുകയാണ്. സംസ്ഥാനങ്ങളുടെ ധനവിഭവത്തിൽ കൈയിട്ട് വരികയാണ്. സംസ്ഥാനങ്ങളുടെ ധനപരമായ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ്. GST നിയമം വഴി അത് കൂടുതൽ കർശനമാക്കിയിരിക്കുന്നു. വലിയ നഷ്ടമുണ്ടായ സംസ്ഥാനം കേരളമാണ്. എന്നിട്ട് നമ്മളിവിടെ തകർന്നു നിൽക്കുകയാണോ? നമ്മൾ സ്വന്തം വരുമാനം കണ്ടെത്തിയില്ലേ? ഏറ്റവും കൂടുതൽ സ്വന്തം വരുമാനം വർദ്ധിപ്പിച്ച ചരിത്രത്തിലെ കാലമാണ് രണ്ടാം പിണറായി വിജയൻ ഗവൺമെന്റ്. കൂടുതൽ വിഭവം കണ്ടെത്തി. ഇത്രയേറെ അവഗണന ഉണ്ടായിട്ടും, ഭരിക്കാൻ സമ്മതിക്കാതിരുന്നിട്ടും, നമ്മളെ കടമെടുക്കാൻ അനുവദിക്കാതിരുന്നിട്ടും കേരളത്തിൻ്റെ ഒരു വികസന പ്രവർത്തനവും നിർത്തിവെച്ചില്ല. ഒരു ദിവസവും ഇവിടെ ശമ്പളം കൊടുക്കാതിരുന്നിട്ടില്ല. ഞാൻ ഹിമാചൽ പ്രദേശിൽ നിന്നാണ് വരുന്നത്. അവിടെ ശമ്പളം കൊടുക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല, നേരത്തിന് കൊടുക്കില്ല. കേരളത്തിലോ എല്ലാ വികസന പ്രവർത്തനങ്ങളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയില്ലേ? ചരിത്രത്തിലെ ഏറ്റവും വലിയ ദേശീയപാത നിർമ്മാണം ഇപ്പോൾ കേരളത്തിൽ നടക്കല്ലേ? 650 കിലോമീറ്റർ നീളത്തിൽ 6 വരിപ്പാതയും ആ 6 വരിപ്പാതയുടെ 2 ഭാഗത്തും സമാന്തരമായ സർവീസ് റോഡുകളുമുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച ദേശീയപാത നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണ്. 70% പണി പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിൽ ഒരു ഇഞ്ച് റോഡ് പണിയാൻ, 1 ഇഞ്ച് സ്ഥലമെടുക്കാനോ റോഡ് പണിയാനോ കഴിയാതെ പോയ ഈ കേരളത്തിലാണ് 650 കിലോമീറ്റർ നീളത്തിൽ മണിക്കൂറിൽ 150 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ദേശീയപാത ഏറ്റവും വേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രിയുടെ നിശ്ചയദാർഢ്യത്തിന്റെ കരുത്തിലാണ് അത് രൂപപ്പെട്ടിരിക്കുന്നത്. എതിർക്കാൻ പോയില്ലേ ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമിയുടെ വാലും പിടിച്ചു പോയില്ലേ ലീഗ്? മലപ്പുറം ജില്ലയിൽ കൂടി ഈ ദേശീയപാത പോകാൻ അനുവദിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചില്ലേ? വയസ്സന്മാരെ നിർത്തുക, അതിൻ്റെ മുന്നിൽ സ്ത്രീകളെ നിർത്തുക, അതിൻ്റെ മുന്നിൽ കുട്ടികളെ നിർത്തുക എന്ന തീവ്രവാദ ശൈലിയിലുള്ള ആക്രമണ രീതിയിലുള്ള സമരം പോലും സംഘടിപ്പിച്ചില്ലേ ഈ മലപ്പുറം ജില്ലയിൽ? എന്നാൽ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ദേശീയപാത ഏറ്റവും ആദ്യം പൂർത്തീകരിക്കുക മലപ്പുറം ജില്ലയിലാണ് എന്ന വാർത്ത വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. എന്തൊരു വ്യത്യാസമാണ്! ഏറ്റവും വേഗതയിൽ ദേശീയപാത പണിയുന്നതും മലപ്പുറത്ത്. ഏറ്റവും ആദ്യം ഈ വരുന്ന ഡിസംബറിൽ മലപ്പുറം ജില്ലയിൽ രാമനാട്ടുകര മുതൽ പൊന്നാനി വരെയുള്ള ഭാഗത്ത് 4 വരിപ്പാത പൂർത്തീകരിക്കാൻ പോകുന്നു എന്നുള്ള, അതിൽ ഏറ്റവും മനോഹരമായ റോഡ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള, കരയിലൂടെയുള്ള ഏറ്റവും വലിയ പാലം നിർമ്മിച്ചിട്ടുള്ള ആ റോഡ് മലപ്പുറം ജില്ലയിലാണ് എന്ന വ്യത്യസ്തങ്ങളായ പ്രത്യേകതകളോടുകൂടി ആ റോഡ് ഉണ്ടാവുകയാണ്. അതാണ് നമ്മൾ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ. എന്നാൽ 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ സമ്മതിക്കൂല എന്നുള്ള നിലയ്ക്ക് വലിയ അതിക്രമം നടത്തുകയാണ്. ഗവർണർക്ക് എന്താ അധികാരം? ഗവർണറുടെ അധികാരം സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണത്തെ സഹായിക്കുക എന്നുള്ളതാണ്. അവർ പാസ്സാക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കാൻ സഹായിക്കുക എന്നുള്ളതാണ്. നിയമം പാസ്സാക്കിയാൽ അടിയിൽ ഒപ്പിടുക എന്നുള്ളതാണ്. ഭരണഘടന പറഞ്ഞതിൻ്റെ അപ്പുറത്തുള്ള സമീപനം കേരളത്തിലെ ഗവർണർ സ്വീകരിക്കില്ലേ? അദ്ദേഹം വൈസ് ചാൻസലർമാരെ നിയമിക്കുക. അദ്ദേഹത്തിന് ഇവിടുന്ന് പേരിട്ടി. ഈ BJP-കാരൻ്റെ പേര് ഇയാൾക്ക് എവിടുന്ന് കിട്ടി? ഗവർണർക്ക് എന്ത് കടലാസ് ഇട്ടണമെങ്കിലും സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണ്ടേ? അല്ല, അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കടലാസം വെച്ചിട്ട് സംസ്ഥാനം ഭരിക്കാൻ പറ്റുമോ? അത് ഭരണഘടനാ ലംഘനമല്ലേ? ആ ഭരണഘടനാ ലംഘനം കേരളത്തിൽ നിരന്തരം നടത്തിയല്ലേ? ആ ഭരണഘടനാ ലംഘനം നടത്തുന്ന ഗവർണർക്ക് അഭിവാദ്യം അർപ്പിക്കല്ലേ ഇവിടുത്തെ UDF അല്ലേ? ഏതെങ്കിലും പത്രത്തിൽ നിങ്ങൾ ഈ ഗവർണറുടെ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനത്തിനെതിരായിട്ടൊരു ചർച്ച കണ്ടോ? 9 മണി ചർച്ചയിൽ ആ ഗവർണർ ജനാധിപത്യം ലംഘിക്കുകയാണ്, ഭരണഘടന ലംഘിക്കുകയാണെന്ന് ആരെങ്കിലും ചർച്ച ചെയ്തോ? എന്താ കാര്യം? കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പ്രവർത്തനത്തിന്റെ കേന്ദ്രമാക്കി രാജ്ഭവനെ മാറ്റിയിരിക്കുന്ന ഗവർണറെ കൊണ്ട് അങ്ങനെ ജയിപ്പിച്ചിട്ടാണെങ്കിലും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറയെങ്ങ് തകർത്തേക്കാം എന്നുള്ള നിലയിൽ രൂപപ്പെട്ട കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ശക്തികളുടെ ഗൂഢാലോചനയാണത്. ഒരു കാര്യമേ പറയാനുള്ളൂ, ഇത്ര വലിയ ഗൂഢാലോചന നടത്തിയാലും കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറ തകർക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല, ഞങ്ങൾ അതിന് അനുവദിക്കില്ല എന്ന് തന്നെയാണ്.
അതൊരു സമരം, അതിപ്പോൾ നമ്മൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോവുക. അത് ഗൗരവമുള്ള കാര്യമാണ്. ആ നിലയിൽ കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമാണ്. ഇടതുപക്ഷ അടിത്തറയെ തകർക്കും ഞങ്ങൾ. അതാണ് നിങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന പ്രവർത്തനം. എല്ലാവരെയും ഒന്നിപ്പിച്ചിട്ടുണ്ട്, എല്ലാവരെയും. ഭൂരിപക്ഷ വർഗീയത അങ്ങേപ്പുറത്ത് ശക്തിപ്പെടുത്തി BJP എല്ലാ നിലയിലും സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ ന്യൂനപക്ഷ വർഗീയതക്കാർ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം എന്താ? ന്യൂനപക്ഷ വർഗീയവാദികൾ, ജമാഅത്തെ ഇസ്ലാമി, SDPI, ലീഗ് ഒക്കെ ഇപ്പം ചെയ്യണത് എന്താ? ഒരുമിച്ച് കൂടിയിരിക്കുകയല്ലേ നമ്മുടെ നാട്ടിൽ. കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ തകർക്കണം. അതിന് ഞങ്ങൾ RSSന്റെ ഒപ്പം കൂടും, ഞങ്ങൾ കോൺഗ്രസിൻ്റെ കൂടെ കൂടും, ഞങ്ങളെല്ലാം ഒരുമിക്കും. എന്നിട്ടിങ്ങനെ നിന്നിട്ട് ഇങ്ങേ തലക്കില് SDPI, തൊട്ടപ്പുറത്ത് ജമാഅത്തെ ഇസ്ലാമി, നടുക്ക് ലീഗ് ഇങ്ങനെ നടുക്ക് നിൽക്കുക. ഈ രണ്ട് ശക്തികളെ അങ്ങോട്ട് കൂട്ടിച്ചേർക്കാൻ, കോൺഗ്രസിന് എല്ലാ സഹായവും ചെയ്യിക്കാൻ അവിടെ ലീഗും നിൽക്കുക. അങ്ങേ തലക്കില് മോദി, കേന്ദ്ര ഗവൺമെന്റ്, ഗവർണർ എല്ലാവരും കൂടി കൈകോർത്ത് പിടിച്ചിരിക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 60-ൽ വിമോചന സമരം നടത്തിയിട്ട് അന്ന് നടത്തിയതിൻ്റെ ഓർമ്മയിൽ ഇന്നത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ അടിത്തറയെ ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്ന് ഇല്ലാതാക്കും, തകർക്കും എന്ന ഭീഷണി അവരങ്ങ് ഉയർത്തിയിരിക്കുകയാണ്. ന്യൂനപക്ഷ വർഗീയതയുടെ പിന്നിൽ പോയാൽ ലീഗൊക്കെ മനസ്സിലായിക്കൊള്ളണം, വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പം സ്വീകരിച്ച ഈ നിലപാടിന് ലീഗ് നല്ല വില കൊടുക്കേണ്ടി വരും. ജമാഅത്തെ ഇസ്ലാമിക്കും SDPIക്കും ന്യൂനപക്ഷ തീവ്ര സ്വഭാവമുള്ള വർഗീയതക്കും മാന്യത കൊടുത്ത് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്ന കൈപിടിച്ച് കൊണ്ടുവരികയാണ്. രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അധികാരം ലീഗിന് പോയി, ഒരു 5 കൊല്ലം പോയി, ഇപ്പൊ 10 കൊല്ലം തികയാൻ പോവാണ്. ഇനി അതില്ലെങ്കിൽ ജീവിക്കാൻ പറ്റൂല എന്ന ബോധ്യത്തിൽ നിന്ന് ഏറ്റവും ഹീനമായ മുസ്ലിം വർഗീയ മേഖലയിലെ തകരാറ് പിടിച്ച സംഘടനകളുമായി സഖ്യമുണ്ടാക്കിക്കൊണ്ട് സമൂഹത്തിൽ അപകടമുണ്ടാക്കുകയാണ്. RSSന്റെ വർഗീയതക്ക് ഇപ്പുറത്തൊരു വർഗീയത ഉണ്ടാക്കുക എന്നുള്ള ഞങ്ങളുടെ മൗലിക അവകാശമാണ് എന്ന് കരുതിയാണോ പ്രവർത്തിക്കേണ്ടത്? അത്തരം ശക്തികൾ ആരെ സഹായിക്കും? RSSനെ സഹായിക്കില്ലേ? ഇപ്പൊ ഇതൊരു സ്ഥിരം കാഴ്ചയല്ലേ? പാലക്കാട്ട് നമ്മൾ കണ്ടില്ലേ തെരഞ്ഞെടുപ്പിൽ? ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ? താൽക്കാലികമായ ലാഭത്തിന് വേണ്ടിയിട്ട് മുസ്ലിം സമുദായത്തിലെ തീവ്രവർഗീയ ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാട് ലീഗ് സ്വീകരിച്ചാൽ ലീഗിന് ഗുണം ചെയ്യോ? മുസ്ലിം സമുദായത്തിന് ഗുണം ചെയ്യോ? എനിക്ക് ഉറപ്പുള്ള ഒരു കാര്യമുണ്ട്, മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകൾ ആ നിലപാടിനെ അനുകൂലിക്കില്ല. ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ തിങ്ങി താമസിക്കുന്ന ഈ മലപ്പുറം ജില്ലയിലെ ജനത അതിനെ അംഗീകരിക്കുകയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇപ്പം അങ്ങനെ ഉണ്ടേ, മലപ്പുറത്തിന്റെ ചെലവിലൊരു വർഗീയത കൂടി ഉണ്ടാക്കാം എന്ന് ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമമൊക്കെ കയ്യിൽ വെച്ചാൽ മതി. ഈ നാട് തെളിയിക്കാൻ പോകുന്നത് ഞങ്ങൾ മതനിരപേക്ഷ ചേരിയിലാണ് എന്നത് തന്നെയാണ്. അപ്പോൾ വളരെ ആപത്ത് പിടിച്ച കാലം, വളരെ ജാഗ്രതയോടുകൂടി കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കേണ്ട ഒരു കാലം. ആ നിലയിൽ CPIM ഈ ചരിത്ര സന്ദർഭത്തെ ഗൗരവപൂർവ്വം പരിശോധിക്കുകയാണ്. ആ പരിശോധനയിൽ നമ്മുടെ സമൂഹഘടനയിൽ വന്ന പ്രശ്നങ്ങൾ, ലോകഘടനയുടെ പ്രത്യേകതകൾ, ഇതിനൊക്കെ ഞങ്ങൾ പരിശോധിക്കും ഈ സമ്മേളനം. ലോകത്ത് വലതുപക്ഷം വളരുന്നുണ്ട്, വലതുപക്ഷത്തിൻ്റെ തീവ്രമായ ചില ബോധങ്ങൾ വളരുന്നുണ്ട്, ഇസ്ലാമോഫോബിയ വളർത്തുന്നുണ്ട്, മുസ്ലിം വിരുദ്ധത. ഇതൊക്കെ മുതലാളിത്തത്തിൻ്റെ പുതിയ പ്രവർത്തന ശൈലിയാണ്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഈ ലോകത്ത് തൊഴിലാളികളുടെ വലിയ സമരങ്ങൾ ശക്തിപ്പെടുന്നുണ്ട്. ചെറുതല്ലാത്ത തരത്തിൽ ആ സമരങ്ങളുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പണ്ട് സമരങ്ങളില്ലാതിരുന്നിടത്തെല്ലാം ഇപ്പോൾ സമരങ്ങൾ ശക്തിപ്പെടുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളിൽ തൊഴിലാളികളുടെ സമരങ്ങൾ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുക. ലാറ്റിൻ അമേരിക്കയിലെ എത്ര രാജ്യങ്ങളിലാണ് അമേരിക്കൻ വിരുദ്ധ ഗവൺമെന്റുകൾ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുകയാണ്. ഭൂരിപക്ഷം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ഇപ്പോൾ അമേരിക്കൻ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റുകളാണ്. മെക്സിക്കോ വരെ പൊതുവെ ഇടതുപക്ഷാനുകൂലമായ ഗവൺമെന്റുകൾ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞു. അമേരിക്കയുടെ തൊട്ട് മുന്നിലാണത്. അതൊരു പ്രത്യേകതയില്ലേ? ശക്തിപ്പെടുന്ന സമരങ്ങൾ. അങ്ങേപ്പുറത്ത് ചൈനയെ ദുർബലപ്പെടുത്താൻ വലിയ പരിശ്രമം അമേരിക്ക നടത്തുന്നുണ്ട്. എല്ലാം ചൈന വിരുദ്ധമാക്കുകയാണ്. പക്ഷേ ചൈനയെ മായ്ച്ചു കളയാൻ കഴിയുമോ? ഇപ്പൊ ട്രംപ് വന്നു, ചൈനയിലെ ഉൽപ്പന്നങ്ങൾക്ക് അധിക നികുതി ചുമത്തുകയാണ്.
ചൈനയിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് കാറുകൾ വലിയ നികുതിയാണ് ചുമത്തിക്കൊണ്ടിരിക്കുന്നത് യൂറോപ്പ്. പക്ഷേ യൂറോപ്പിൽ നിന്ന് ഇന്നലെ ഒരു വാർത്ത വന്നു. എന്താ? യൂറോപ്പിൽ പ്രോത്സാഹിപ്പിച്ചുണ്ടാക്കിയ ഇലക്ട്രിക് കാറുകൾ, അതിൻ്റെ ബാറ്ററികൾ ചൈനയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ അത്ര ഗുണമില്ലാത്തതാണ് തെളിഞ്ഞു. ആ യൂറോപ്യൻ കമ്പനി പൂട്ടാൻ പോവുക. ചൈനയെ ഉപേക്ഷിച്ചുകൊണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ? ലോകത്തെ ഏറ്റവും മികച്ച ഇലക്ട്രിക് വാഹന നിർമ്മാണ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന രാജ്യമാണ് ചൈന. ടെലികമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന ഈ മൊബൈൽ ഫോണിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെടുത്തി ചൈനയിൽ നിന്നുള്ള ഉപകരണങ്ങൾ ഉപയോഗിക്കാതെ നമുക്കാർക്കെങ്കിലും മൊബൈൽ ഫോൺ ഉണ്ടാക്കാൻ കഴിയും? ലോകത്തിലെ ഏറ്റവും മികച്ച അതിൻ്റെ ഉൽപ്പാദകന്മാർ ചൈനയില്ലേ? ആ നാട് സാങ്കേതികമായി വളർന്നു, അതിൻ്റെ ഭാഗമായി സാമ്പത്തികമായി വളർന്നു, ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തി. അതങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അവിടുത്തെ വ്യവസ്ഥ, അധികാരം കമ്മ്യൂണിസ്റ്റുകാർക്കാണ്. സോവിയറ്റ് യൂണിയൻ തകർത്തപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാവുമെന്ന്, ഇനി കമ്മ്യൂണിസം മെച്ചപ്പെടില്ല എന്നും കരുതുന്നവരുടെ മുന്നിലേക്ക് അമേരിക്ക തകർന്നുകൊണ്ടിരിക്കുകയും സമ്പദ്ഘടന മോശമാവുകയും ചെയ്യുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട സമ്പദ്ഘടനയും വളർച്ചയും ആഭ്യന്തര കമ്പോളവും ശാസ്ത്ര സാങ്കേതിക വളർച്ചയും വിന്യാസവും അതുവഴിയുള്ള വ്യാവസായിക മുന്നേറ്റവും എല്ലാം തന്നെ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് അവർ. പുതിയ കാലമാണ്, AI സാങ്കേതികവിദ്യ വരികയാണ്. അവർ നന്നായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ലോകത്തിൻ്റെ മറ്റൊരു കാഴ്ചയാണത്. നമ്മുടെ തൊട്ടപ്പുറത്ത് വടക്കേ ഭാഗത്ത് നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നത്. തെക്ക് ഇവിടെ ശ്രീലങ്കയിൽ, ഞാനൊരു 10 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ പോയിരുന്നു. 10 കൊല്ലം മുമ്പ് ശ്രീലങ്കയിൽ പോയപ്പോൾ പാർട്ടി നിർദ്ദേശിച്ചനുസരിച്ച് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫീസിൽ ഞാൻ പോയി. അത് കഴിഞ്ഞിട്ട് JVP എന്ന് പറയുന്ന പാർട്ടിയുടെ ഓഫീസിൽ പോയി. ജനതാ വിമുക്തി പെരുമുന. നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അവരുടെ ചില നയങ്ങളെ സംബന്ധിച്ച്. അവിടെ പോയിരുന്നവരോട് ചർച്ച നടത്തി. ചെറിയ തോതിലുള്ള പ്രവർത്തനം തുടങ്ങിയെന്ന് മെച്ചപ്പെടുത്തിയിരിക്കുകയാണ് അവർ. പഴയ തീവ്ര സ്വഭാവമുള്ള ഒരു പ്രവർത്തന രീതിയല്ല, ജനാധിപത്യ രീതിയിലേക്കുള്ള വലിയ മാറ്റമാണ് ഞങ്ങൾ വരുത്തുന്നത്. അവിടുത്തെ സെക്രട്ടറി എന്നോട് ഇങ്ങനെ സംസാരിക്കുക, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിൽ ഒന്നൊഴിയാതെ എല്ലാ അംഗങ്ങളെയും എതിരാളികൾ കൊലപ്പെടുത്തിയ ഒരു പാർട്ടിയാണത്. വലിയ ത്യാഗം നേരിട്ട പാർട്ടിയാണ്. ഞങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകളിൽ ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്തുന്ന കുറേ നയങ്ങളുമായി ക്ഷമാപൂർവ്വം പ്രവർത്തിക്കുകയാണ്. ഞാനവിടെ പോയപ്പോൾ കണ്ടത് അവിടുത്തെ ചെറുപ്പക്കാർ ധാരാളമായിട്ട് ആ JVPയുടെ ഭാഗമായി നിൽക്കുന്നതാണ്. ഇപ്പോൾ ഒരു വ്യാഴവട്ടകാലം കഴിഞ്ഞു. ഇപ്പം ഉണ്ടായ അനുഭവം എന്താ? വലിയ സാമ്പത്തിക തകർച്ചയിലെത്തിയ ആ നാട്ടിൽ നിന്ന് ഇടതുപക്ഷക്കാരൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇവിടെ നോക്കിയാൽ കാണാൻ ദൂരത്താട്ടോ, തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങനെ നോക്കിയാൽ ശ്രീലങ്കേൻ്റെ കര കാണാം. അവിടെയാണ് ഒരു ചെങ്കൊടി ഉയർത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പ്രസിഡന്റായിരിക്കുന്നത്. പാർലമെന്റിൽ 3 അംഗങ്ങളായിരുന്നു, 3. അവിടുത്തെ പ്രമാണിവർഗം, കുടുംബാധിപത്യത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ മുന്നിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് മത്സരിച്ചെത്താനാവില്ല. 3 സീറ്റിലാണ് ജയിച്ചത്. എന്നാൽ ഇപ്പോൾ പ്രസിഡന്റ് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടന്ന് 62% വോട്ടും വാങ്ങി, 3-2 സീറ്റും വാങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സ്വഭാവമുള്ള ഒരു ഗവൺമെന്റ് ഇതാ തൊട്ടടുത്ത ശ്രീലങ്കയിൽ വന്നിരിക്കുക. മായ്ക്കാൻ കഴിയുമോ ഇടതുപക്ഷത്തെ? ഇല്ലാതാക്കാൻ കഴിയുമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ? ആ ധാരണ വേണ്ട, അത് അസാധ്യമാണ്. കാരണം തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം ഒരു ശാസ്ത്രമാണ്. അത് സാമൂഹ്യ വികാസ നിയമങ്ങളുടെ വർഗസമരത്തിൻ്റെ ശാസ്ത്രമാണ്. സമൂഹ മുന്നേറ്റം സംബന്ധിച്ചുള്ള വ്യക്തതകളാണ് കമ്മ്യൂണിസ്റ്റുകാരെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പ്രമാണി വർഗത്തെ തോൽപ്പിക്കാൻ തൊഴിലാളി വർഗത്തിന് കഴിയുമെന്ന ഉത്തമ വിശ്വാസം കേവലമായ ആഗ്രഹ പ്രകടനമല്ല, പ്രായോഗികമായി പല രാജ്യങ്ങളിലും കമ്മ്യൂണിസ്റ്റുകാർ തെളിയിച്ചതാണ്. കിട്ടിയ ചെറിയ അധികാരം കൊണ്ട് കേരളത്തിലെ CPIM തെളിയിച്ചതാണ്. ആ നന്മയുടെ രാഷ്ട്രീയത്തെ തല്ലിക്കെടുത്താൻ ശ്രമിക്കുന്നവരാണ് തോൽക്കുക. ഞങ്ങളതിനെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യും എന്ന് തെളിയിക്കേണ്ട പോരാട്ട സമരങ്ങളുടെ ദിവസങ്ങളാണ് തൊട്ടു മുന്നിൽ വന്നിരിക്കുന്നത്. അതാണ് ഈ സമ്മേളനങ്ങൾ ചർച്ച ചെയ്യുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ബൂർഷ്വാ സമൂഹത്തിന് വന്നു ചേർന്നിട്ടുള്ള ഒരുപാട് അപജയങ്ങളുണ്ട്. പഴയതുപോലെയുള്ള ഒരു സ്വഭാവമല്ല നമ്മുടെ സമൂഹത്തിൽ. വലിയ അത്യാഗ്രഹങ്ങളുടെ ഒരു സമൂഹമാണ്. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനാകുമോ എന്നന്വേഷിക്കുന്ന ഒരു സമൂഹമാണ്. മുതലാളിത്ത മൂല്യബോധത്തിൻ്റെ സമൂഹമാണ്. അതിൻ്റെ ഒരുപാട് തകരാറുകൾ നമ്മുടെ സമൂഹം അനുഭവിക്കുന്നു, ലോകം അനുഭവിക്കുന്നുണ്ട്. വാർദ്ധക്യം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഭയാനകമായ ഒന്നാണ്. നോക്കാൻ ആളുണ്ടാവില്ല. നോക്കാൻ ആളില്ലാത്തത്
മകൻ ആഗ്രഹമുണ്ടെങ്കിലും ചിലവ് ഒത്തുപോകില്ല, അച്ഛനെ നോക്കാനാവില്ല എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് വാർദ്ധക്യം വളരെ ഭീഷണമായ ഒന്നാണ്. ഏറ്റവും കൂടുതൽ എളുപ്പത്തിൽ ലോകത്തിന് വാർദ്ധക്യം വരികയാണ്. ഈ AI സാങ്കേതിക വിദ്യ വരികയും അത് ആരോഗ്യ മേഖലയിൽ പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഒരു 10-25 കൊല്ലം കൊണ്ട് ഒരു ശരാശരി ആയുർനിരക്ക് 100 കൊല്ലം പോവുക. 100 വയസ്സായ മനുഷ്യന്മാർ ഇപ്പം നമ്മുടെ നാട്ടിൽ കൂടി നടക്കും. നോം ചോംസ്കി എന്ന് പറയുന്ന ഇന്ന് ലോകത്തുള്ള ഏറ്റവും ദീക്ഷണാശാലിയായ മുതലാളിത്ത വിരുദ്ധമായ പ്രഭാഷണങ്ങൾ നടത്തുന്ന ചോംസ്കിക്ക് 95 വയസ്സ് കഴിഞ്ഞു. അമേരിക്കയിലാണ്. 95 വയസ്സിലും ഇപ്പം തന്നെ ചോംസ്കിയെ പോലുള്ള ആളുകൾ ദീക്ഷണാപരമായ കരുത്തുമായി ജീവിക്കുകയാണ്. ഒരു 25 കൊല്ലം കഴിയുമ്പോൾ ആയുർനിരക്ക് 100 പിന്നെ ഒരു 25 കൊല്ലം കഴിയുമ്പോഴോ 150. മനസ്സിലായോ? 150 വയസ്സായാണ് ആനമങ്ങാട്ട് കൂടി കയ്യും വീശി ഇങ്ങനെ പോണ ദിവസത്തിന് അധികം കാത്തിരിക്കേണ്ടതില്ല. മനുഷ്യനുള്ള വിശ്വാസമാണ്, ശാസ്ത്രത്തിനുള്ള വിശ്വാസമാണ്, ശാസ്ത്രത്തിൻ്റെ വളർച്ചയാണ്. ആ ലോകത്തിലേക്ക് പോവുകയാണ്. ആ ലോകത്ത് വയസ്സൻ തിരസ്കരിക്കപ്പെട്ടാലോ? സംഭവിക്കാൻ പാടില്ലല്ലോ. എല്ലാവർക്കും നല്ല നിലയിൽ ജീവിക്കാൻ കഴിയുന്ന കാലം ഉണ്ടാവണം. അതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാവണം. പക്ഷേ ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ നമുക്കതിന് പറ്റുന്നില്ല. സമൂഹത്തിന് പല പെശകളും തെറ്റുകളും പറ്റും, അത്യാഗ്രഹങ്ങളുണ്ടാവും. അതിൻ്റെ ചിലത് ഞങ്ങളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വരും, ചിലത് ചെറിയ തോതിൽ. പാടില്ല. ഈ സമൂഹത്തിലെ ഏറ്റവും മാതൃകാപരമായ ജീവിതചര്യകൾ ഉയർത്തിപ്പിടിക്കണം എല്ലാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളും എന്ന കാര്യത്തിൽ നല്ല നിർബന്ധ ബുദ്ധിയുള്ള പാർട്ടിയാണ് CPIM. ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ നമുക്കെല്ലാം വന്നു വരാനിടയില്ല അത്തരം പരിമിതികളെ സംബന്ധിച്ച് അത് തിരുത്തണം. ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഞങ്ങളുടെ പാർട്ടിയുടെ അംഗങ്ങളുടെ മേഖലയിൽ എന്തെങ്കിലും തരത്തിലുള്ള പരിമിതികളുണ്ടോ എന്നും അത് തിരുത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ഗൗരവപൂർവ്വം പരിശോധിക്കുന്ന സമ്മേളനമാണ്. സമൂഹത്തിലെ സാധാരണക്കാരന് വേണ്ടിയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ജീവിക്കുന്നത്. ഈ സമൂഹത്തിലെ ഏറ്റവും ദുർബലനായ മനുഷ്യൻ്റെ ഒപ്പമാണ് അന്ത്യനിമിഷം വരെ കമ്മ്യൂണിസ്റ്റുകാർ നിലയുറപ്പിക്കുക. അവരുടെ ആത്മവിശ്വാസമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കരുത്ത്. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് ദുർബലനും സാധാരണക്കാരനുമായ മനുഷ്യൻ തോന്നുന്നിടത്ത് ഇല്ല, ഒരു പ്രതീക്ഷയുണ്ട് എന്നവർക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുക ഉയർന്നു പറക്കുന്ന ഒരു ചെങ്കുടി കാണുമ്പോഴാണ്. ആ പ്രതീക്ഷയ്ക്ക് ഒരു തകരാറും സംഭവിച്ചുകൂടുക എന്ന ജാഗ്രതയോടുകൂടിയാണ് ഈ CPIM പ്രവർത്തിക്കുന്നത്. ആ നിലയിൽ ഞങ്ങളുടെ സമ്മേളനങ്ങൾ ഇന്നത്തെ നിലയിൽ വളരെയേറെ ദരിദ്രരും അവശ്യരുമുള്ള ഇന്ത്യൻ സമൂഹത്തിൻ്റെ വലിയൊരു ഗതിമാറ്റത്തിന്, വലിയ പോരാട്ട സമരങ്ങൾ തുറന്നു വെക്കാൻ, കൃഷിക്കാരുടെയും തൊഴിലാളിയുടെയും ഐക്യവും സമരവീര്യവും രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള അന്വേഷണങ്ങളുടെ ഒരു ചർച്ചയും തീരുമാനങ്ങളുമാണ് 24ാം ദേശീയ സമ്മേളനം സ്വീകരിക്കാൻ പോകുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ജാഗ്രതയോടുകൂടി ഈ വലതുപക്ഷ ഗൂഢാലോചന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടുകാലത്തെ പോരാട്ട സമര വീര്യങ്ങളിലൂടെ, നമ്മുടെ നാട്ടിലുണ്ടായ നവോത്ഥാന സമരങ്ങളിലൂടെ, ഐത്തത്തിനും അന്ധവിശ്വാസങ്ങൾക്കുമെതിരായ സമരത്തിൽ, ജന്മിത്വത്തിനെതിരായ സമരത്തിൽ, അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിൽ വ്യത്യസ്തങ്ങളായ കടന്നാക്രമണങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് നേടിയെടുത്ത ആ കരുത്തിൻ്റെ ബലത്തിൽ കേരളത്തിലുണ്ടാക്കിയ ഇടതുപക്ഷ മുന്നേറ്റത്തെ തകർത്തേക്കാം എന്നുള്ള നിലയിൽ വലതുപക്ഷം നടത്തുന്ന എല്ലാ ഗൂഢാലോചനകളെയും തികഞ്ഞ ജാഗ്രതയോടുകൂടി പരിശോധിച്ച് അതിനെ തിരുത്തി അതിനെ തോൽപ്പിച്ച് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോയി ഇന്ത്യയിലാകെ ഇടതുപക്ഷം കൂടുതൽ കരുത്താർജിക്കുന്ന ദിവസങ്ങളാണ് സൃഷ്ടിക്കാൻ പോകുന്നത്. വിദൂരമായ കാലത്തല്ല, അനധിവിദൂരമായ കാലത്ത് തന്നെ ഇന്ത്യയിൽ തൊഴിലാളി വർഗ മുന്നേറ്റത്തിൻ്റെ വലിയ സമര പോരാട്ട പോർമുഖങ്ങൾ CPIM-ന്റെയും ബഹുജന സംഘടനകളുടെയും നേതൃത്വത്തിൽ തുറക്കും എന്ന കാര്യത്തിൽ യാതൊരു ആത്മവിശ്വാസക്കുറവും ഈ പാർട്ടിക്കില്ല. ആ സമര പോരാട്ടങ്ങൾ നടപ്പിലാക്കാൻ ഞങ്ങളെ സഹായിക്കുക. എൻ്റെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരായ മനുഷ്യരാണ് എന്ന ഉത്തമമായ വിശ്വാസത്തോടുകൂടി നല്ല ഉറച്ച കാൽവെപ്പോടെ ശരിയായ പ്രത്യയശാസ്ത്ര തെളിമയോടെ ഈ CPIM മുന്നോട്ട് പോവുകയാണ്. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും.